ജീവന്റെ സ്വഭാവം എന്താണെന്ന് പഠിച്ചാൽ. ജീവന്റെ സ്വഭാവമല്ലേ നമ്മുടെ സ്വഭാവം. നമ്മുടെ സ്വഭാവങ്ങളെല്ലാം ഈ പ്രപഞ്ചത്തിലുള്ള സകല സ്വഭാവങ്ങളും ജീവന്റെ സ്വഭാവമാണ്. പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, കുരങ്ങ് മനുഷ്യനായി മാറി, എന്നിട്ട് ഇപ്പൊ കുരങ്ങ് എന്താണ് കുരങ്ങായിട്ടിരിക്കണം എന്നാണ് അല്ലേ ചോദിക്കുന്ന ചോദ്യമല്ലേ. എവല്യൂഷൻ തിയറിയെ എതിർക്കുന്നവർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യമാണ്. കുരങ്ങ് അത് ചെറുതായി 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 വന്ന് മനുഷ്യനായി മാറി. ഇച്ഛയില്ലാത്ത കുരങ്ങ് അങ്ങനെ തന്നെ ഇരിക്കും. എന്താണ് സ്വഭാവം? ഒറ്റ സ്വഭാവമേ ഉള്ളൂ, സൃഷ്ടിയെ കൊണ്ട് സൃഷ്ടി നടത്തിക്കുക. അതായത് ജീവൻ സൃഷ്ടിച്ചതിനെ കൊണ്ടാണ് സൃഷ്ടി നടത്തിക്കുക. ഒരു കുഞ്ഞിനെ, മനുഷ്യക്കുഞ്ഞിനെ നേരിട്ട് ഈശ്വരൻ സൃഷ്ടിക്കില്ല. പിന്നെയോ സ്ത്രീ പുരുഷ ഭാവങ്ങളെ കൊണ്ട് അത് ചേർത്തിട്ട് ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കും. ആ കുഞ്ഞ് അടുത്ത ജന്മം. ഇത് എവല്യൂഷനാണ്. എവല്യൂഷൻ അതല്ലേ. പഞ്ചഭൂതങ്ങൾ 5ഉം സൃഷ്ടിച്ചു, അതിനെ കൊണ്ട് എല്ലാത്തിനെയും സൃഷ്ടിച്ചു. ആദ്യം സൃഷ്ടിച്ചത് എന്താ? ശബ്ദം സൃഷ്ടിച്ചു. ശബ്ദത്തെ കൊണ്ട് അഗ്നിയെ സൃഷ്ടിച്ചു. അഗ്നിയെ കൊണ്ട് വായുവിനെ സൃഷ്ടിച്ചു. വായുവിനെ കൊണ്ട് വെള്ളം സൃഷ്ടിച്ചു. വെള്ളത്തെ കൊണ്ട് ഭൂമിയെ സൃഷ്ടിച്ചു. എല്ലാത്തിനെയും കൊണ്ട് നമ്മളെ സൃഷ്ടിച്ചു. ഇതല്ലേ നടക്കണേ. സൃഷ്ടിയെ കൊണ്ടാണ് സൃഷ്ടി നടത്തിക്കുക. നേരിട്ട് ഒന്നും സൃഷ്ടിക്കില്ല. എവല്യൂഷൻ ജനറ്റിക് ജമ്പ് എന്ന് പറയുന്ന ഭാവം ഉണ്ട്. അനുകൂല സാഹചര്യം വരുമ്പോൾ പുതിയ ഒരു സ്പീഷീസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യും, പ്രകൃതി ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഇപ്പോൾ ഒരു കാടാണ് ആദ്യം ഉണ്ടാക്കിയത്. കാട്ടിൽ പിന്നീട് മാനിനെ ഉണ്ടാക്കി. മാൻ എന്താ ചെയ്യുക? മാന് പുല്ല് തിന്ന് ഏതെങ്കിലും ഒരു വിത്ത് കിളുത്ത് വന്നാൽ അതും കൂടി തിന്ന് അവസാനം കാടിനെന്താ പറ്റുക? ഇല എത്തുന്നിടത്തോളം തിന്നും. ആവശ്യത്തിൽ കൂടുതൽ മനുഷ്യനായാൽ മനുഷ്യനെ പിടിച്ച് തിന്നും. അത് അവൻ്റെ ജോലിയാണ്. എന്നിട്ടാണ് പറയണത് കടുവ നമുക്ക് ഉപദ്രവം ചെയ്യണമെന്ന്. കൂടുതൽ നമ്മൾ പെരുകി അവർക്കൊക്കെ തീറ്റയാകാൻ വേണ്ടിയിട്ട് പെരുകിക്കൊണ്ടിരിക്കുന്നു. അവർ കയറി നിരങ്ങും. കാണുന്നുണ്ട്. വെടിവെച്ച് കൊല്ലാം. കാരണം കണ്ണുകൊണ്ട് കാണാം. വെടിവെച്ച് കൊല്ലാം നമുക്ക്. പക്ഷേ അവരെ വെടിവെച്ച് കൊന്നു കഴിഞ്ഞാൽ ആരായിരിക്കും വരിക? നമ്മളെ തിന്നാൻ. വൈറസ് വരും. വൈറസിനെ ഏത് തോക്കുകൊണ്ടായിരിക്കും വെടിവെക്കാൻ പറ്റുമോ? പറ്റില്ല. ആ പ്രകൃതിയുടെ സന്തുലിതമായ അവസ്ഥ നിലനിർത്തിക്കൊണ്ട് പോകുന്നതും പെരുക്കുന്നതും പുതിയ ജനുസിനെ ഉണ്ടാക്കുന്നതും എവല്യൂഷനിൽ അതിൽ സൃഷ്ടിയെ കൊണ്ട് സൃഷ്ടി നടത്തിച്ച് മുന്നോട്ട് പോകുന്ന സ്വഭാവമാണ്. സൃഷ്ടിയെ കൊണ്ടേ സൃഷ്ടി നടത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക. അപ്പോഴാണ് ഒരു പെൺകുട്ടി പറയുകയാണ്, എനിക്ക് കല്യാണം വേണ്ട, എനിക്ക് കല്യാണമേ വേണ്ട. പറയാൻ കാര്യം എന്താണ്? വീട്ടിലെ അച്ഛനമ്മയുടെ അടി, കല്യാണം കഴിച്ച ചേട്ടനും ഭാര്യയും തമ്മിലുള്ള അടി, അയലന്തരത്തെ കുടുംബങ്ങൾ തമ്മിലുള്ള അടി കണ്ടാൽ കുട്ടികളെന്തായിരിക്കും പറയുക? പക്ഷേ സൃഷ്ടിയെ കൊണ്ട് സൃഷ്ടി നടത്തിക്കണമെന്ന് പറയുന്ന ജീവന്റെ നിയമം അവിടെ തടസ്സപ്പെടുന്നില്ലേ? അനുവദനീയമല്ല. പ്രകൃതി നിയമത്തിൽ അനുവദനീയമല്ല. കാരണം നിങ്ങൾ അനന്തര തലമുറയെ സൃഷ്ടിക്കാനായിക്കൊണ്ട് അവതരിച്ചവരാണ്. അതുകൊണ്ടത് ചെയ്തേ പറ്റും. അതിന് സൃഷ്ടിക്കണമെന്നുണ്ടെങ്കിലാണ് എന്താ വേണ്ടത്? ഡിവൈൻ മദർ എന്ന് പറഞ്ഞൊരു സാധനം തുടങ്ങിയിരിക്കുന്നത്. മുകളിലുള്ള 20% സൃഷ്ടിക്കേണ്ടത്. എങ്കിൽ എന്ത് ചെയ്യണം? ഡിവൈൻ മദർ എന്ന് പറയുന്ന ആ ആശയം ഡിവൈൻ മദർ എടുത്തിട്ട് അത് നടപ്പിലാക്കണം. അത് ഡിവൈൻ മദേഴ്സിനെ സൃഷ്ടിക്കണമെന്നുണ്ടെങ്കിൽ ഡിവൈൻ മാട്രിമോണി വേണം. എങ്കിലേ നമുക്ക് ജീവന്റെ തലം ഉയർത്തപ്പെട്ടവരെ കണ്ടെത്താൻ പറ്റുള്ളൂ. അപ്പം ഞാൻ കോളേജിലെ സ്റ്റുഡൻസ് ഇപ്പോഴും DB കോളേജ്, തലയോലപ്പറമ്പ് കോളേജിൽ അവിടെ ഒരു 3 ഏക്കറിൻ്റെ നമ്മൾ നാച്ചുറൽ ഇക്കോ സിസ്റ്റം ഉണ്ടാക്കുന്ന ഒരു ഉദ്ഘാടനം ഉണ്ടായിരുന്നു.
വലിയ വലിയ ആൾക്കാരെല്ലാവരും വന്ന് സംസാരിച്ച്, കുട്ടികൾ ഇരിപ്പുണ്ട്, ആണും പെണ്ണും പിള്ളേരിപ്പുണ്ട്, വെറുതെ പ്രതിമ പോലെ അവരിരിക്കണമെന്ന് കേൾക്കണമെന്നല്ലാതെ ഒരു റെസ്പോൺസ് ഇങ്ങോട്ട് വരുന്നില്ല. അവസാനമാണ് ഞാൻ കയറിയത്. ഞാൻ കയറിയപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ആവശ്യം എന്താണെന്ന് നമുക്കറിയാം. എന്താ ആവശ്യം? അവരുടെ യൂത്ത്സിൻ്റെ ആവശ്യം എന്താ? 2 ആവശ്യങ്ങളാണ്. ഒന്ന്, ഇണയെ കിട്ടണം. രണ്ടാമത്തത് ജീവിക്കാൻ ആവശ്യമായ നല്ലൊരു വെള്ളം കിട്ടണം. ഇത് സാധിക്കേണ്ട ജോലി നമ്മളതല്ലേ? മുതിർന്നവരുടെ ജോലിയല്ലേ? ഇപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾക്കായ ഒരു ഇണ എവിടെയോ ജനിച്ചിട്ടുണ്ട്. ആ ഇണയെ കണ്ടെത്തി പ്രേമിച്ചേ കല്യാണം കഴിക്കാനുള്ളത്. കണ്ണി കണ്ടതിനെ കയറി പ്രേമിക്കരുതെന്ന് പറഞ്ഞു. അപ്പം കയ്യടി വീണവരുടെ. മനസ്സിലായില്ലേ? കണ്ണി കണ്ടതിനെ കയറി പ്രേമിക്കരുത്. കണ്ണി കണ്ടതിനെ കയറി പ്രേമിച്ചാൽ നിങ്ങൾ പൊട്ടക്കിണറ്റിലെ തവളകളായിരിക്കും. നിങ്ങളുടെ ഇണയെ കണ്ടെത്താൻ ഒരു വഴി ഞങ്ങൾ കണ്ടുപിടിച്ചു തരും. സമ്മതമാണോ? 100% സമ്മതമാണ് പിള്ളേർ. 100% സമ്മതമാണ്. അങ്ങനെ ആയാൽ എന്തിനെയൊക്കെ തകർക്കും നമ്മൾ? ജാതി തകർക്കും. മനസ്സിലല്ലേ? കല്യാണത്തിന് കൊടുക്കണ ഡൗറി തകർക്കും, ജാതി തകർക്കും, ഡൗറി തകർക്കും, അത് രാജ്യങ്ങളുടെ അതിർത്തി, ഭാഷയുടെ അതിർത്തി മുഴുവൻ തകർക്കും. തകർക്കണം. കുട്ടികൾ തകർക്കണം. കുട്ടികൾ തകർക്കാനാണ് തയ്യാറ്. പക്ഷെ അവരിപ്പോൾ തകർത്തോണ്ടിരിക്കണ എന്താ? സ്കൂളിൻ്റെയും കോളേജിൻ്റെയും ജനൽ തകർക്കും, ടീച്ചർ ഇരിക്കണ കസേര തകർക്കും, ബസ്സിന് കല്ലെറിഞ്ഞ് തകർക്കും, ട്രെയിനിന് വേണ്ടി വന്ന ട്രെയിനും, നമ്മൾ പുതിയ ട്രെയിൻ ഉണ്ടല്ലോ, വന്ദേ ഭാരതത്തിന് വേണേലും. എന്താ കാര്യം? എന്താണ് തകർക്കേണ്ടത് എന്ന് അവർക്ക് അറിയില്ല. തകർക്കണമെന്നറിയാം, എന്താണ് തകർക്കേണ്ടത് എന്ന് അവർക്ക് അറിയാത്ത പ്രശ്നം മാത്രമേ ഉള്ളൂ. നിങ്ങൾ തകർക്കേണ്ടത് ഇതാണ് എന്ന് പറഞ്ഞു കൊടുത്താൽ അവർ തകർക്കും. പക്ഷേ അതിനുള്ള വഴി കണ്ടുപിടിക്കേണ്ട ജോലി രമ്യക്ക് കൊടുത്തിരിക്കുകയാണ്. കണ്ടുപിടിച്ചുകൊള്ളണം ഇവിടെയുള്ള എല്ലാത്തിനും. അവരുടെ ഓഫർ നമ്മൾ കൊടുക്കും. എല്ലാ ഗൈഡ് ലൈൻസും നമ്മൾ കൊടുക്കും. കുട്ടികളെ ഡിവൈനാക്കി തന്നെ സൃഷ്ടിക്കാൻ തയ്യാറുള്ള, അവർ തയ്യാറല്ലെങ്കിലും ഡിവൈനാണ്. ജീവിതമാർഗം നമ്മൾ കണ്ടുപിടിക്കും. അതിനല്ലേ ഹോം ഷോപ്പി. ആരൊക്കെയാണ് ഹോം ഷോപ്പി എടുത്ത് ഇരിക്കണു? ഹോം ഷോപ്പി, അതൊരു ഹോം ഷോപ്പിയാണ്. ഹോം ഷോപ്പി ബിസിനസ് വന്നില്ലേ? ബിസിനസ് വന്നു കഴിഞ്ഞു. ഹോം ഷോപ്പി എന്ന് പറയുന്ന കൺസെപ്റ്റിൽ ഇത് വന്നു കഴിഞ്ഞു. അത് കൂടാതെ നമ്മൾ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടും. എന്താണ്? 2 കാര്യങ്ങളാണ് ആവശ്യപ്പെടാൻ പോണം ഗവൺമെൻറ്റിനോട്. ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യം ഇതാണ്: ഫാർമർ ഫസ്റ്റ്. അതായത് കർഷകനാണ് പ്രഥമ പ്രജ. അവൻ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നം മുഴുവൻ ഗവൺമെൻറ് എടുക്കണം. അതിന് ന്യായമായ വില അവന് കൊടുക്കണം. അവന് ബോണസും പെൻഷനും കൊടുത്ത് ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ്റെ തലത്തിലേക്ക് അവനെ ഉയർത്തണം. എങ്കിലേ അവന് ജീവൻ്റെ തലം ഉയർത്താൻ ഉതകുന്ന ഭക്ഷണം ഉണ്ടാക്കി തരാൻ പറ്റുള്ളൂ. അല്ലേ? അടുത്തത്, സ്ത്രീകൾ. ഒരു ഡിവൈൻ കുഞ്ഞിന് ജന്മം നൽകാൻ ഒരു ഡിവൈൻ ശരീരത്തിന് മാത്രമേ കഴിയൂ. ആ യാഥാർത്ഥ്യം അവരെ അറിയിക്കണ്ടേ? അതായത് ഒരു കുഞ്ഞിന് ഡിവൈൻ കുഞ്ഞിന് ജന്മം നൽകാൻ ആർക്കാ പറ്റുക? ഒരു ഡിവൈൻ ശരീരത്തിന് മാത്രമേ കഴിയൂ. എങ്കിൽ ഈ ഭൂമിയിലെ സകല സ്ത്രീകളും ആരാണ്? ഡിവൈനാണ്. ആ യാഥാർത്ഥ്യം അവരെ ബോധ്യപ്പെടുത്തണ്ടേ? ആ യാഥാർത്ഥ്യം അവരെ ബോധ്യപ്പെടുത്തണം. ആ പദവിയും കൊടുക്കണ്ടേ? കർഷകന് കൊടുക്കണ പോലെ തന്നെ അവർക്ക് ഡിവൈൻ മദറിൻ്റെ പദവി വെറുതെ പദവി കൊടുത്താൽ മതിയോ? അവർക്ക് ജീവിക്കാൻ ആവശ്യമായ റെമ്യൂണറേഷൻ മന്ത്ലി 11 വർഷവും കൊടുക്കണം. 11 വർഷം അവർക്ക് കൊടുക്കണം. ജോലി ചെയ്താലും ചെയ്തില്ലെങ്കിലും. പക്ഷെ അവർ ജോലി ചെയ്യാതിരിക്കുകയാണോ ചെയ്യുക? സ്കൂളിലെ ഒരു ടീച്ചർക്ക് എത്ര രൂപ ശമ്പളം കൊടുക്കും? ഒരു ഒരു കുഞ്ഞിനെ ഡിവൈൻ ആക്കി തന്നെ വളർത്തുന്നത് ഒരു വിദ്യാഭ്യാസമല്ലേ? അപ്പോൾ അവർക്ക് മുഴുവൻ ശമ്പളം കൊടുക്കണ്ടേ? ഒരു അധ്യാപിക കൊടുക്കേണ്ട ശമ്പളം കൊടുക്കണ്ടേ? അങ്ങനെ ആയാൽ നാടെന്താവും? ഭൂമി എന്താവും?
ഒരു ആനന്ദ ലോകത്തിലേക്ക് കൊണ്ടുപോകാനുള്ള പണിയെടുക്കുന്നവർക്ക് ശമ്പളം ഗവൺമെൻറ് കൊടുക്കണം. ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മളല്ലേ. നമ്മൾ പറയുന്നു ഇത് കൊടുക്കണമെന്ന് പറഞ്ഞാൽ കൊടുക്കണ്ടേ അവർ? അല്ലാതെ അവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കൊടുക്കാനാണോ പറയണേ? നമ്മൾ കൊടുക്കണം. കർഷകന് ആ പദവി കിട്ടണം, സ്ത്രീകൾക്ക് ഡിവൈൻ പദവി കിട്ടണം. ഇത് നമ്മുടെ ഡിമാൻഡാണ്. നാളെ പ്രധാനമന്ത്രിയുടെ ഒരു പരിപാടി ഉണ്ടല്ലോ, മൻ കി ബാത്തിന് കേരളത്തിൽ നിന്നും 24 കുട്ടികളെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഡയറക്റ്റായിട്ട് സംസാരിക്കാം, പ്രധാനമന്ത്രിയോട് സംസാരിക്കാം. അതിൽ 24 പേര് കേരളത്തിൽ നിന്ന് കുട്ടികളുണ്ട്. അതിൽ ഒരു കുട്ടിയുടെ അച്ഛനും അമ്മയും എല്ലാവരും കൂടി നാളെ വീട്ടിലെത്തും. എന്താണ് പ്രധാനമന്ത്രിയോട് പറയേണ്ടതെന്നാണ് ഞാൻ പറഞ്ഞു. ഇത് പറയാൻ പറ്റില്ല നിങ്ങൾക്ക്, ഞങ്ങൾ പറയാം, അതിനെന്തൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞ് നാളെ വരും, വീട്ടിൽ വരും, നമ്മൾ കൊടുക്കും. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമന്ത്രിയോട് നേരിട്ട് സബ്മിറ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മളല്ല, 15 വയസ്സുള്ള കുട്ടികളാണ് സബ്മിറ്റ് ചെയ്യാൻ പോകുന്നത്. കർഷകന് തിരുവനന്തപുരം, മറ്റു വേറെ ആരുണ്ടൊക്കെ ഉണ്ട്, 24 പേരുണ്ട്. അതല്ല ഇത് പുതിയ പിള്ളേർ. അപ്പോൾ അത് വന്നു കിട്ടിയാൽ നമ്മൾ പറയേണ്ട കാര്യങ്ങൾ ഏറ്റവും ഉയർന്ന നിൽക്കുന്ന തീരുമാനം എടുക്കേണ്ട ആളിൻ്റെ അടുക്കൽ എത്തിക്കും. ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യട്ടെ, നമ്മൾ ചെയ്യും. മനസ്സിലായില്ലേ? അവർ ചെയ്യുകയോ അപ്പം അവരെയും കൂടി ഈ സാധനം പഠിപ്പിക്കണം, അല്ലേ? ഈ സാധനങ്ങൾ അങ്ങോട്ട് പഠിപ്പിക്കാമെങ്കിൽ സംഗതി ശരിയാവില്ലേ? ശരിയാവുമോ ഇല്ലേ? 100% ശരിയാകില്ലേ? പിന്നെ എന്തിനാണ് നിരാശ? എൻ്റെ കൂട്ടത്തിൽ ജൈവ കൃഷി തുടങ്ങിയതിൽ 90% പേരും നിരാശയ്ക്ക് കീഴ്പ്പെട്ട് ഉൾവലിഞ്ഞു കഴിഞ്ഞു. എന്താ കാര്യം? ഒന്നും നടക്കണില്ല. 10-25 വർഷമായി ജൈവ കൃഷി എന്ന് പറഞ്ഞ് നടന്നിട്ട് ഗവൺമെൻറ്റും ചെയ്യണില്ല, നാട്ടുകാരും ചെയ്യണില്ല. ചെയ്യണവരെല്ലാം വഴിക്ക് വെച്ചിട്ടിട്ട് ഒരു വഴിക്ക് പോകുന്നു. വന്നവന് സംരക്ഷിക്കാനൊരു വഴിയില്ല. ജൈവ കൃഷി ചെയ്യാൻ വന്നവന് ജീവിക്കാൻ ആവശ്യമായത് കിട്ടണ്ടേ അതിൽ നിന്ന്? അല്ലെങ്കിൽ അവനെ കുറ്റം പറയാൻ പറ്റുമോ? അവനെ കുറ്റം പറയുമ്പോൾ അവൻ ഉപേക്ഷിച്ച് പോകും. അപ്പോൾ അതിനുള്ള സംവിധാനം ഒരുക്കലാണ് നമ്മളുടെ ജോലി. അതായത് അവൻ ഉൽപ്പാദിപ്പിക്കുന്നത് മുഴുവൻ ഗവൺമെൻറ് ഉൽപ്പാദന ചെലവും ഒരു 30-50% കൂടി ഇട്ടിട്ട് അവന് കൊടുത്താൽ അവനുണ്ടാക്കുന്നത് മുഴുവൻ ഗവൺമെൻറ് സംവിധാനത്തിലൂടെ എടുക്കുകയും ഗവൺമെൻറ്റിൻ്റെ മറ്റുള്ള സകല ഡിപ്പാർട്ട്മെൻറ്റും പിരിച്ചുവിട്ടോ കൃഷി സംബന്ധമായ വരില്ലേ? ഉൽപ്പാദനം കൂടില്ലേ? ഇന്ത്യയിലെ ലോകത്തുള്ള സകല മനുഷ്യരെയും തീറ്റിപ്പോറ്റാനുള്ള ഉൽപ്പാദനം ഇവിടെ ഉണ്ടാകും. ചെറുപ്പക്കാർ ഇതിനകത്ത് വരില്ലേ? എല്ലാവരും വരില്ലേ? ഇപ്പോൾ പെൻഷൻ, ഗവൺമെൻറ് പെൻഷൻ പറ്റണവർക്കും അഡീഷണൽ പെൻഷൻ ഇതിലൂടെ കിട്ടുമെന്ന് പറഞ്ഞാൽ പെൻഷൻ പറ്റിയ എത്ര ലക്ഷം മനുഷ്യരുണ്ട് ഇവിടെ? അവരും ഇതിനകത്ത് വരില്ലേ? അവരിപ്പോൾ എന്താ ചെയ്യണേ? കുഴിയപ്പോൾ കുഴിക്കണം, ഞങ്ങൾക്ക് കിടന്നുറങ്ങാൻ, എന്നത്തേക്കുമായി കിടന്നുറങ്ങാൻ കുഴി കുഴിക്കണ കാര്യത്തെപ്പറ്റി ആലോചിച്ചിരിക്കുന്ന മനുഷ്യൻ മുഴുവൻ മണ്ണിലിറങ്ങി കുഴി കുഴിക്കും, ചെടി നടാൻ. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു നീക്കമാണ് നമ്മളുടേത്. വളരെ സീരിയസ് ആയിട്ട് നമ്മൾ പോകേണ്ടതുണ്ട്. സാഹചര്യം അനുകൂലമായി വരുന്നുണ്ട്. ഞാനിപ്പോൾ 38 വർഷത്തെ അന്നത്തെ സ്റ്റേജും ഇന്നത്തെ സ്റ്റേജും അറിയാവുന്നതാണ് ഞാൻ. അന്നെന്തായിരുന്നു, അന്ന് എന്തുമാത്രം തെറിയായിരുന്നു, എതിർപ്പായിരുന്നു എന്ന് എനിക്കല്ലേ അറിയുള്ളൂ. എന്തോരം എതിർപ്പും തെറിയും മേടിച്ചിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. ഇന്ന് നമ്മൾ നാളിതുവരെ ഇപ്പം എത്ര ഇത് വിട്ടു? എത്രയോ 125-150 ആരോഗ്യ ക്ലാസ്സുകൾ എയറിൽ പോയിട്ടുണ്ട്. ലോകം മുഴുവനുള്ള മനുഷ്യർ കണ്ടിട്ടുണ്ട്. ഒരു കുഞ്ഞിന്നേവരെ എതിർത്തിട്ടില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? സാഹചര്യം അനുകൂലമാകുന്നു എന്ന്. അപ്പോൾ നമ്മൾ വെറുതെ ഇരിക്കരുത്. കൂടുതൽ നല്ല സജീവമായി
പ്രവർത്തിക്കണം. മൊത്തം സാഹചര്യം നമുക്ക് അനുകൂലമായി വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു അവസരങ്ങളും പാഴാക്കരുത്. അവസരങ്ങൾ പാഴാക്കാതെ പ്രവൃത്തിയെടുത്താൽ നമ്മളുടെ ലക്ഷ്യത്തിൽ നമ്മൾ എത്തില്ലേ? എത്തണ്ടേ? നിങ്ങൾ ഇന്നലെ ഇവർ രണ്ടുപേരും തൃശ്ശൂർ പ്രവർത്തിച്ചതുപോലെ അദ്ദേഹവും ഭാര്യയും ടീച്ചറും വന്നില്ല. ഇനി വന്നോണം. ഇവരെല്ലാവരും കൂടി കഴിഞ്ഞ ബുധനാഴ്ച ഇവിടെ പ്രവർത്തിച്ചത്, അത് കഴിഞ്ഞ ബുധനാഴ്ച തൃശ്ശൂർ പ്രവർത്തിച്ചതും പോലെ പ്രവർത്തിച്ചാൽ മതി. എല്ലാവരും അതുപോലെ ഒന്ന് അവരുടെ സമയം അതിനായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്താൽ മതി. എന്താണ് പഠിച്ചത്? സമ്പത്തും സമയവും പങ്കുവെച്ചിടുവാൻ എന്നും എനിക്ക് തുണയാകണേ. നിങ്ങൾ ചെയ്തത് അതാണ്. നിങ്ങളുടെ സമയം അതിനു വേണ്ടിയിട്ട് പങ്കുവെച്ചു. നമ്മുടെ പ്രാർത്ഥന ഫലിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. കൂടുതൽ പേര് ചെയ്യുമ്പോൾ കൂടുതൽ ആ പ്രാർത്ഥന ഫലിക്കുന്നു എന്നാണ് വ്യക്തമാകേണ്ടത്. ഒരുപാട് ആൾക്കാർ എല്ലാവരും വന്നിരുന്ന് പഠിക്കുക, സാധനം പഠിക്കുക, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ സമയം കണ്ടെത്തുക. പങ്കുവയ്ക്കലിലൂടെ മാത്രമേ നമുക്ക് സമാധാനമുള്ളൊരു ഒരു ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ പറ്റൂ. ആളുകൾ ഇങ്ങനെ, അതാണ് പറഞ്ഞത്, ദൈവത്തിൻ്റെ ഒക്കെ ചെന്ന് ആവശ്യപ്പെടുന്ന പോലെയാണ്. അവർക്ക് പഠിച്ചിട്ട് അവിടെ ചെയ്തുകൂടെ? ഇപ്പം അവരെ ചെയ്യാൻ തുടങ്ങി. തൃശ്ശൂർ അവിടെ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടല്ലോ. തൃശ്ശൂർ അവിടെ ഒരു വാനപ്രസ്ഥം കോഴ്സ് നടത്താം എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അതിനകത്ത് പോരായ്മ പരിഹരിച്ചാൽ പോരെ? അതിനകത്ത് പോരായ്മകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പരിഹരിച്ച് തന്നാൽ പോരെ? ഇപ്പോൾ കുറേ വ്യക്തമായില്ലേ കാര്യങ്ങൾ? കുറേ കൂടി വ്യക്തമായില്ലേ? ഇനി കൃഷി നമ്മൾ പതുക്കെ ജീവത്തായ കുറേ അറിവ്, അതായത് ഈ ജീവനുമായിട്ട് ജീവൻ്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ടുള്ള കൃഷി ആയതുകൊണ്ട് ആ ജീവനുമായിട്ട് ബന്ധപ്പെട്ട കുറേ അറിവുകൾ നമ്മൾ പഠിക്കണം. ആദ്യം നിയമം തെറ്റിക്കുന്നവൻ്റെ പേര് എന്താണ്? നിയമനിഷേധകനാണ്. നിയമം തെറ്റിക്കുന്നവൻ്റെ പേരാണ് കുറ്റവാളി. കുറ്റവാളി എന്ന് പറഞ്ഞാൽ ആരാ? നിയമം തെറ്റിക്കുന്നവൻ്റെ പേരാണ്. സാമൂഹ്യ നിയമം തെറ്റിക്കുന്നവൻ്റെ പേരാണ് കുറ്റവാളി. അപ്പം നമ്മൾ കുറ്റം ചെയ്താൽ ആരാ വീട്ടിൽ വരിക? പോലീസ് വരും, പിടിച്ചുകൊണ്ട് കോടതിയിൽ ഹാജരാക്കും, തെളിവ് അനുകൂലമാണെങ്കിൽ ശിക്ഷിക്കും. ഇല്ലേ? ഇതല്ലേ കോടതിയിൽ നിന്ന് ശിക്ഷിച്ച് കൊണ്ടുപോയി ജയിലിലിടും. അപ്പോൾ സാമൂഹ്യ നിയമം തെറ്റിച്ചാലോ ശിക്ഷ കിട്ടും. പ്രകൃതി നിയമം തെറ്റിച്ചാൽ ആരാണ്? നിയമം തെറ്റിക്കുന്നവൻ്റെ പേരാണ് കുറ്റവാളി. സാമൂഹ്യ നിയമം തെറ്റിക്കുന്നവൻ്റെ പേര് കുറ്റവാളി. പ്രകൃതി നിയമം തെറ്റിക്കുന്നവൻ്റെ പേര് കുറ്റവാളിയാണ്. അപ്പൊ ഇവിടെ എത്ര മനുഷ്യരുണ്ട്? കുറ്റവാളികൾ മാത്രമേ ഉള്ളൂ. എലിയെ കൊല്ലരുത്. നിങ്ങൾ കൊല്ലരുതെന്ന് ഞാൻ പറഞ്ഞില്ല. നിങ്ങൾ കൊന്നോളൂ, പക്ഷെ നിങ്ങളെ പ്രകൃതി മുക്കിക്കൊല്ലുമെന്നേ ഞാൻ പറഞ്ഞോളൂ. മനസ്സിലായില്ലേ? മീൻ കഴിക്കണ്ടെന്ന് ആര് പറഞ്ഞു? കഴിച്ചോളൂ. എന്താ നമ്മളുടെ വിധിച്ച ഭക്ഷണം? എന്താ വിധിച്ച ഭക്ഷണം? എന്താ? അതായത് നമ്മൾ ആയിരക്കണക്കിന് വർഷമായി കഴിച്ചു വന്ന ആഹാര രീതി ഒരു സുപ്രഭാതത്തിൽ തിരുത്തരുത്. തിരുത്തുന്നത് തെറ്റാണ്. ഒരു ലൈഫ് സ്പാൻ ഇടയിൽ തിരുത്തരുത്. അങ്ങനെ തന്നെ പോവുക. പക്ഷെ നമ്മുടെ തലയിൽ എന്ത് വേണം? അതായത് വിധിച്ച ഭക്ഷണത്തിലേക്കുള്ള ഒരു പ്രയാണമായിരിക്കണം ലൈഫ്. പതുക്കെ 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 വിധിച്ച ഭക്ഷണത്തിലേക്ക് പോകണം. വേണ്ടേ? വേണം. എലിയെ കൊല്ലണം. എന്തായിരുന്നു? എലിയെ നിയന്ത്രിക്കാൻ പ്രകൃതിയിൽ അതിൻ്റെ സംവിധാനം ഇണക്കിയിട്ടുണ്ട്. ഒരു വെള്ളിമൂങ്ങയ്ക്ക് ഒരു ദിവസം കുറഞ്ഞതൊരു 10-12 എലി വേണം. വെള്ളിമൂങ്ങ ഇറങ്ങുന്നത് രാത്രിയിലാണ്, എലി ഇറങ്ങുന്നത് രാത്രിയിലാണ്. അപ്പൊ ആരെ പിടിച്ച് തിന്നും?
വെള്ളി മൂങ്ങ എലിയെ പിടിച്ച് തിന്നു. ആ, ആരാ കളഞ്ഞ? ഈ വെള്ളി മൂങ്ങയ്ക്ക് ഇരിക്കാൻ പോലും സ്ഥലം കൊടുക്കാതെ ആകപ്പാട് പള്ളിയുടെ മൂലക്കൊക്കെ ഇരുന്ന് പണ്ട് ഇരുന്നിരുന്നു, സ്ഥലമില്ലാഞ്ഞിട്ട്. പണ്ട് വലിയ കാവുകളിലെ പൊത്തുകളിൽ അവർ ജീവിക്കുമായിരുന്നു. കാവ് വെട്ടിയൊക്കെ കളഞ്ഞു, അവസാനം പള്ളിയുടെയൊക്കെ മുഖാരത്തിൽ കയറി താമസിക്കുമായിരുന്നു. ഇപ്പോൾ പ്രാവിനോ വെള്ളിമൂങ്ങക്കോ ഇരിക്കാൻ പറ്റാത്ത രീതിയിലാണ് ഇപ്പോൾ. പിന്നെ എവിടെ പോകും അവർ? അപ്പം എലിയെ സഹിച്ചു കൊള്ളണം. അല്ലെങ്കിൽ അതായത് നിങ്ങൾ പഠിക്കാൻ പോകുന്ന സാധനങ്ങളാണ്. കീടനിയന്ത്രണം ബയോളജിക്കൽ കൺട്രോളിലൂടെയാണ്. ആരാണ് കീടം, ആരാണ് ഇവിടുത്തെ കീടം എന്നൊക്കെ മനസ്സിലാകും. ആരാണ് ഏറ്റവും വലിയ കീടം? ആര്? അതിനാണെന്ന് എനിക്കറിയാം. ഏരട്ടെ. ഏരട്ട അവിടെ പോണ നിങ്ങളെ വല്ലതും തിന്നുണ്ടാവും. ഒരു സസ്യം അത് തിന്നില്ല. കൂറ, അതാണ് പ്രശ്നം. കൂറ എവിടെ വരിക? കൂറയുടെ തിന്നണ തീറ്റ എന്താ? അഴുക്കാണ്. നമ്മുടെ വീട്ടിൽ കൂറ വരുന്നുണ്ടെങ്കിൽ നമ്മുടെ വീട് അഴുക്കാണ്. മനസ്സിലായില്ലേ? വൃത്തിയാക്ക്. ഏത് നമുക്ക് പഠിക്കാം, എന്നെ പഠിക്കാൻ. ഞാൻ പറഞ്ഞില്ലേ 10-18. എന്താണ് കീടം? എപ്പോഴാണ് ഒരു ജീവി കീടമാകുക? ഏത്? നിയന്ത്രിക്കാൻ. അല്ല, അത് വെച്ചോ നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും. ഇതുങ്ങളെ കയ്പ് രസങ്ങൾക്ക് കീടങ്ങളെ അകറ്റാം. പാവക്കായല്ല, കയ്പ് രസങ്ങൾക്ക് കീടങ്ങളെ അകറ്റാം. എന്തൊക്കെയുണ്ട് കയ്പുള്ളത്? ആര്യവേപ്പുണ്ട്, കാഞ്ഞിരമുണ്ട്, കിരിയാത്തുണ്ട്, അമൃതുണ്ട്. നിങ്ങളൊരു അമൃത് എടുത്ത് ചതച്ച് വെള്ളത്തിലിടുക. അമൃത് പച്ചമരുന്ന് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും. അമൃത് ചതച്ച് വെള്ളത്തിലിടുക, ഇച്ചിരി വേപ്പും പിണ്ണാക്കും കൂടി ഇടുക, അല്ലെ വേപ്പിൻ്റെ ഇല ഇടുക, ചീച്ച് കിട്ടിയിട്ട് കലക്കി തളിച്ചോ. കലക്കി തളിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു 10 ലിറ്ററിന് 1 ലിറ്റർ ഗോമൂത്രം കൂടി അങ്ങോട്ട് ഒഴിക്കുക. 10 ലിറ്ററിന് 1 ലിറ്റർ ഗോമൂത്രം എവിടെ കിട്ടുമെന്ന്? ഇപ്പം മാർക്കറ്റിൽ കിട്ടാൻ തുടങ്ങി. ലുലു മാർക്കറ്റ് വരെയും ഗോമൂത്രമുണ്ട്, ചാണകമുണ്ട്. ആരാണ് അത് കൊടുക്കണമെന്നറിയാമോ? ആ ഒരു സിനിമ നടനുണ്ടല്ലോ, ശ്രീനിവാസനല്ല, അല്ലല്ല, അവനുമില്ല. ദിലീപിനെ പോലെ തന്നെ ഇരിക്കണ ഒരു ഇതുണ്ട്. ദിലീപിന് തുല്യം നിൽക്കുന്ന ഒരു, ഈ സിനിമാ നടന്മാരുടെ പേര് ഞാൻ സിനിമ കണ്ടിട്ട് 30 വർഷമായി. ജയറാം, അങ്ങനെ പറ. ജയറാം ഒരു മെഷീൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ചാണകത്തിലെ വെള്ളം പിഴിഞ്ഞ് കളയാൻ ഒരു മെഷീൻ ഉണ്ടാക്കിയിട്ട് ആ ചാണകം പാക്കറ്റിലാക്കി ലുലുവിൽ കൊടുക്കുന്നുണ്ട്. ആ, ഗോമൂത്രം കുപ്പിയിലാക്കി ലുലുവിൽ കൊടുക്കുന്നുണ്ട്. ജയറാമിന് വേണ്ടി മെഷീൻ ഉണ്ടാക്കണം. മെഷീൻ ഞാൻ കണ്ടു. ഞാൻ പറഞ്ഞു, നല്ലതല്ലേ സാറേ? നല്ലതാണ്, ഉണ്ടാക്കിക്കോ. ഇത് ഇച്ചിരി നേരം വെയിലത്ത് കിടന്നാൽ പോണ വെള്ളമാണ്. അതിന് പിഴിഞ്ഞ് മെഷീൻ ഉണ്ടാക്കി വില കൂട്ടി വിറ്റുണ്ട്. ഒരു ക്ലൂവേ ചോദിച്ചുള്ളൂ. കിരിയാത്ത്, അമൃത്, അത് ഇഷ്ടമുള്ളത് വെച്ചോ. പെട്ടെന്ന് പോകില്ല. അവരുടെ കക്കാപ്പൊടി ഇട്ടാൽ മതി. മണ്ണിന്റെ മനുഷ്യന്റെ pH പഠിച്ചില്ലേ? ഞാൻ മണ്ണിന്റെ pH പഠിച്ചു. pH ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഉപകരണം കൊണ്ട് മണ്ണിൽ കുത്തി നോക്കിയാൽ മതി. 2000 രൂപ എടുത്ത pH ഇൻഡിക്കേറ്റ് മെഷീൻ കിട്ടും. വെറുതെ കുത്തി നോക്കിയാൽ മതി.
ഇവരൊക്കെ 120 മെഷീനാണ് ഒരു ദിവസം ഫീൽഡിൽ വിട്ടത്. SPCയുടെതാണ് ഈ ഇരിക്കണ 2 അവർ 2 പേരില്ലേ നിങ്ങളുടെ കൂട്ടത്തിൽ പഠിക്കുന്നത്? അത് SPC ആണ്, മനസ്സിലായില്ലേ? SPC ആദ്യം ചെയ്തത് 120 പേരെ 120 PH മീറ്റർ കൊടുത്ത് ഫീൽഡിലേക്ക് വിടുകയാണ് ചെയ്തത്. ഒരാൾ 20 പേരെ കാണും ഒരു ദിവസം, 20 കർഷകരെ. അപ്പോൾ എത്ര കർഷകരെ കാണും ഒരു ദിവസം? 120 ഇത്ര പേരെ കാണും ഒരു ദിവസം. എന്നിട്ട് അവരുടെ മണ്ണിൻ്റെ PH എത്രയാണെന്ന് അവരെ കാണിച്ചു കൊടുത്തിട്ട് നമ്മുടെ പ്രൊഡക്റ്റ് ഇട്ട് കാണിച്ചു കൊടുക്കും. സാധനം മേടിക്കില്ലേ? അതിൻ്റെ കാര്യം. അങ്ങനെയാണ് ബിസിനസ്സിൽ. അതൊക്കെ ഒരു ഉദ്ദേശം ഇട്ടോ. കാരണം നമ്മുടെ കക്കാപ്പൊടി ഇച്ചിരി കൂടിയാലോ കുറഞ്ഞു പോയാലോ കുഴപ്പമൊന്നുമില്ല. കുറഞ്ഞാൽ ചെടി പോകും, അപ്പോൾ ഇച്ചിരി കൂടുതലിട്ടാൽ മനസ്സിലായില്ലേ? ഇത് മുഴുവൻ പഠിപ്പിക്കുമെന്ന്. ഒറ്റ ദിവസം ചെടി പോയാൽ എന്താ, പുതിയത് വെച്ചോണം. അപ്പോൾ ഈ മണ്ണൊന്ന് മാറ്റി മണ്ണിനകത്ത് വേറെ ഇച്ചിരി ചാണകം ചേർത്ത് ഇച്ചിരി കക്കാപ്പൊടി കൂടി കൂടുതലിട്ട് മണ്ണാക്കി അതിനകത്ത് നട്ടു നോക്കണം. അപ്പോൾ എന്താ കിട്ടുക? ഒരറിവ് കിട്ടും. അതായത് നമ്മൾ ഇനി ഇറക്കാൻ പോകുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇതേമാതിരി പാക്ക് ചെയ്ത് സൂപ്പർ സോയിൽ എന്ന് പറയുന്ന ഒരു സാധനം ഇറക്കും. സൂപ്പർ സോയിൽ എന്ന് പറയും. ആ സാധനം നിങ്ങൾ ഈ വിഷമിക്കാതില്ല, ചട്ടിക്കകത്താക്കി നട്ടച്ചാൽ മതി. അതിലുണ്ടാകുന്ന തക്കാളി പറിച്ച് തിന്നാൽ മതി. അത് നമ്മളുടെ ഫങ്ഷണൽ മെഡിസിൻ്റെ മരുന്നുകളായിരിക്കും. ഫങ്ഷണൽ മെഡിസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മരുന്നുകൾ ഉണ്ടാക്കാനുള്ള മണ്ണ് ഉണ്ടാക്കി മാർക്കറ്റിൽ ഇറക്കിയാൽ ഡിമാൻഡ് വരില്ലേ? അത് മുഴുവൻ ഞാൻ പഠിപ്പിച്ചു തരും. എങ്ങനെയാണ് ആ മണ്ണുണ്ടാക്കേണ്ടത് എന്ന് പഠിപ്പിച്ചു തരും. ഉണ്ടാക്കി മാർക്കറ്റിൽ ഇറക്കണം. എത്ര വേണേലും ചിലവാണ്, ഗർഭിണികളായ സ്ത്രീകൾ ഇതിലേക്കുണ്ടാക്കുന്ന തക്കാളി കഴിച്ചിരിക്കണം. കാരണം തക്കാളിയിൽ ഫോളിക് ആസിഡ് ഉണ്ട്. വെറുതെ ഫോളിക് ആസിഡിൻ്റെ ഗുളിക കഴിക്കേണ്ട എന്ന് മാത്രം പറഞ്ഞാൽ മതി. അത് മേടിച്ച് കഴിക്കില്ലേ? എല്ലാ ട്രേസ് എലമെൻറ്റും ഇതിനകത്തുണ്ട് ഈ തക്കാളിക്കകത്ത്. അപ്പോൾ അമ്മയുടെ ഗർഭപാത്രത്തിലെ ജലത്തിൻ്റെ ക്വാളിറ്റി നിലനിർത്താൻ ഇതിന് മാത്രമേ പറ്റൂ. ലോകത്ത് വേറെ ഒന്നുമില്ല. ഡിമാൻഡ് വരുമോ ഇല്ലേ? പിന്നെന്തിനാണ് പേടിക്കണേ? അടുത്ത ക്ലാസ്സിൽ പഠിക്കണം. ഞങ്ങൾ 3 മണി വരെ ഉള്ളൂ ഞങ്ങളുടെ സമയം. 3:30 ഇനി ഇത്തിരിയെങ്കിലും എക്സർസൈസ് ചെയ്തിട്ട് നിങ്ങൾ പോയാൽ മതി. കാരണം എക്സർസൈസ് വിടരുത്, ധ്യാനം വിടരുത്, ശംഖുലി വിടരുത്, നിസ്കാരം വിടരുത്. ചെയ്ത് വരിക. ഈ ഞാനിന്ന് പഠിപ്പിച്ച സാധനമെല്ലാം നല്ലോണം മനസ്സിലാവും. നിങ്ങളിനി കഷ്ടപ്പെടണ്ടല്ലോ. ഞാൻ എത്ര വർഷം എടുത്തിട്ടാണ് ഇത് പിടിച്ചെന്നറിയാം. പിന്നെ അല്ലേ നിങ്ങൾ ഗൂഗിളിൽ ഒന്ന് നോക്കിയാൽ കാണാൻ പറ്റില്ല. ഇത് ലോകത്തൊരിടത്തും കിട്ടില്ല. ലോകത്തൊരിടത്തും ഇത് കിട്ടില്ല. കാരണം ഒരു ഫിസിക്സിനും ഇത് പറഞ്ഞു തരാൻ പറ്റില്ല. ഇത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എന്തുകൊണ്ടാണ് മനസ്സിലാകാൻ കാര്യം? ഞാൻ ഇന്ന് പഠിപ്പിച്ച സ്ട്രക്ചറും കാര്യങ്ങളും എല്ലാം എല്ലാവർക്കും മനസ്സിലായില്ലേ? മനസ്സിലായി. എന്താ അതിന്റെ കാര്യം? അതുകൊണ്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലാകുക? 20% ആയാൽ എന്താ ഗുണം? അതുകൊണ്ട് എന്താ ഗുണം? ഒന്നായി. അന്നേരം എന്താ ഗുണം? ഞാൻ എന്താ ക്ലാസ് തുടങ്ങിയപ്പോ പഠിപ്പിച്ച? ഞാൻ ഒരു സാധനവും പഠിപ്പിക്കലെന്നാ പറഞ്ഞത്. അത് പറ. അതല്ല ആദ്യം പറയാത്തെ. ഈ എല്ലാ അറിവുകളും എല്ലാവരിലും ഇരിപ്പുണ്ട്. ഞാൻ ഇന്ന് ചെയ്തത് ആ അറിവിനെ
ഉണർത്തുക മാത്രമേ ചെയ്തുള്ളൂ, അത്രേ വേണ്ടൂ. പക്ഷെ ആ ഉണർത്തല് ഇച്ചിരി കട്ടിയായിരുന്നില്ല. സ്റ്റാർട്ടിങ് ഉണ്ടല്ലോ, കാരണം ഞങ്ങളുടെ ഉള്ളിലിരിക്കുന്ന നമ്മുടെ സുഗന്ധ രത്നാടുക്കളിൽ നിന്ന് തുടങ്ങി അതിന്റെ ആ പോക്ക് ഏത് പൊട്ടനും മനസ്സിലാവും. ആ, ഏത് പൊട്ടനും മനസ്സിലാവും. പൊട്ടൻ എന്ന് പറയുന്ന സാധനം ഇല്ല. നമ്മൾ വേർതിരിക്കും പൊട്ടനും ചെട്ടിയും. അല്ല, പൊട്ടനും ചെട്ടിയും. പൊട്ടനെ ചെട്ടി ചതിച്ചാൽ പൊട്ടനും ചെട്ടി ഇല്ലാത്തതുകൊണ്ടാണത്. പൊട്ടനും ചെട്ടി ഇല്ല. എന്നിട്ട് പൊട്ടനെ ആര് ചതിച്ചു? ചെട്ടി ചതിച്ചു. അപ്പൊ ആര് കൊടുക്കും അടി? അതൊരു പ്രകൃതിയുടെ നിയമമാണ്. പ്രകൃതി നിയമം പഠിക്കുക, കൂടുതൽ കൂടുതൽ ആഴത്തിൽ പഠിക്കുക, അതിൻ്റെ ഭാഷ മനസ്സിലാക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ചെയ്യുന്ന എക്സർസൈസ് പ്രപഞ്ച ചലന നിയമം നമ്മുടെ ശരീരത്തിലേക്ക് കൊണ്ടുവരുന്ന ചലന നിയമമാണ് ഈ പഠിക്കുന്നത്. അത് പാലിച്ചു കഴിഞ്ഞാൽ പതുക്കെ 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 കൂടുതൽ വ്യക്തത നമുക്ക് മനസ്സിലാകും.